ഒരു പെൺകുട്ടിയാണ് അത് അങ്ങനെ വരുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റിവഞ്ച് മോഡ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നിയമം എപ്പോഴും ആ പെൺകുട്ടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ മാമിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എണ്ണത്തിൽ കൂടുതൽ മറ്റേതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ലോ വിൽ ഓൾവേസ് സ്റ്റാൻഡ് ബൈ ദ വീക്കർ സെക്ടർ എന്നാണല്ലോ. ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന നിലയിൽ നമ്മുടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണ്? ആസ് ഓഫ് നോ ഭയങ്കര ത്രെറ്റനിങ്. അറിയാത്ത ആൾക്കാരാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അറിയാത്ത ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാനും കൂടി കിട്ടുകയാണ്. ഏർജൻസി നോ. അങ്ങനെ ഏർജൻസി എന്ത് വന്നാലും അത് ഫ്രോഡാണ്. ഫയർ, പോലീസ്, ആംബുലൻസ്, ഇത് മൂന്ന് പോലും 10 മിനിറ്റ് എടുക്കും. ആ 10 മിനിറ്റെങ്കിലും നിങ്ങളിരുന്ന് ആലോചിക്കും ഇത് നടപടിയുള്ളതാണോ അല്ലേ എന്നുള്ളത്. ഓൺലൈൻ വായ്പാ തട്ടിപ്പിന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ട് നിരവധി പേർ. 10,000 രൂപ വായ്പയെടുത്തവർ 1,40,000 രൂപ തിരിച്ചടച്ചിട്ടും തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ദുരിതത്തിലായിരിക്കുന്നു. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയിൽ ഭയന്നിരിക്കുകയാണ് ഇവരിൽ പലരും. ആ ടീച്ചർക്ക് 25,000 രൂപ വേണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് ഞാൻ അയച്ചു. ഓക്കെ, അതിനിപ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അല്ല, വിളിച്ചത് ആ നമ്പർ എന്നല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അയച്ചു കൊടുത്തതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് അക്കൗണ്ടിൻ്റെ പേര് വേറെ ഏതോ.